ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ CTET പേപ്പർ 1 EVS ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി അല്ലാത്തത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം, നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസും ആണ് ഉള്ളത്. ആ 8 യൂണിയൻ ടെറിട്ടറീസ് ഏതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം അല്ലെ. 8 യൂണിയൻ ടെറിട്ടറീസ്. ഒന്ന് എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ്. അതിന്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ്. ക്ലിയർ ആണല്ലോ, പഠിക്കുമ്പോൾ അതിന്റെ ക്യാപിറ്റലിലൂടെ പഠിച്ചു പോവുക. രണ്ടാമതാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്, അതിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ്. പിന്നീട് ദാദ്ര നഗർ ഹവേലി ആണ്. ദാദ്ര നഗർ ഹവേലി, അതേപോലെ തന്നെ ദാമൻ ദിയു ആണ്. അതിന്റെ ക്യാപിറ്റൽ എന്താണ്? ദാമൻ ആണ് ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ നമ്മുടെ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് ആണ്. ലക്ഷദ്വീപ് അല്ലെ, ക്യാപിറ്റല് കവരത്തി ആണ് ലക്ഷദ്വീപിന്റെ ക്യാപിറ്റല്. അഞ്ചാമത്തെ ഡൽഹി ആണ്. ഡൽഹിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റല് ന്യൂഡൽഹി ആണ്, ന്യൂഡൽഹി. പിന്നീട് ഏതാണ്? പുതുച്ചേരി ആണ്, പുതുച്ചേരി. പുതുച്ചേരിയുടെ ക്യാപിറ്റല് പുതുച്ചേരി തന്നെയാണ്. പിന്നീട് ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു കാശ്മീർ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രീനഗർ. അതേപോലെ തന്നെ ലഡാക്ക്, സമ്മറിൽ ലേയും കാർഗില്, വിന്ററിൽ കാർഗിലുമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പഠിച്ച 8 യൂണിയൻ ടെറിട്ടറീസ് ഉള്ള. അതിന്റെ പേരുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, പേരുകളും ക്യാപിറ്റലും ക്ലിയർ ആയിട്ട് പഠിക്കുക. സോ ഇതാണ് നമ്മുടെ 8 പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറീസ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ പലപ്പോഴും CTET പേപ്പർ 1 ആവർത്തിക്കാറുണ്ട് ആണല്ലോ. എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിയൻ ടെറിട്ടറി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആണ്. ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. അതേപോലെ തന്നെ മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി അല്ല അല്ലേ. ക്ലിയർ അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ്. എന്തൊക്കെയാണ്? ടു ഗീവ് സപ്പോർട്ട് ടു പ്ലാന്റ്, ടു പ്രൊവൈഡ് ഹ്യൂമസ്, ടു സ്റ്റോർ ഫുഡ്, ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് റൂട്ട്സ്. റൂട്ട്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. ടു ഗീവ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്, പ്ലാന്റിന് റൂട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും റൂട്ട് പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ടു പ്രൊവൈഡ് ഹ്യൂമസ് എന്ന് പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ടു സ്റ്റോർ ഫുഡ് അല്ല, അവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും റൂട്ടിൽ പിടിക്കുന്ന ഫുഡ് അല്ലെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്, അതും ശരിയാണ്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഹ്യൂമസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ് അല്ലെ. അപ്പൊ അതിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുമ്പോൾ എയും സിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ 4 ACD ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ACD ആണ് റൈറ്റ് ആയിട്ടുള്ളത്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പേപ്പർ 1 ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിഡ് എക്സ്പീരിയൻസ് വിത്ത് ദ പീ പ്ലാന്റ് ആൻഡ് ഫൗണ്ട് ദ പീ പ്ലാന്റ്സ് ഹാവ് സം ട്രെയ്റ്റ്സ് വിച്ച് കംസ് ഇൻ പെയർ സച്ച് റഫ് ഓർ സ്മൂത്ത്, ടോൾ ഓർ ഷോർട്ട്, യെല്ലോ ഓർ ഗ്രീൻ അല്ലെ. പീ പ്ലാന്റില് ഒറൈസം സറ്റൈവം എന്ന് പറയുന്ന പയർ ചെടിയിൽ അല്ലെങ്കിൽ പീ പ്ലാന്റില് എക്സ്പെരിമെന്റ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? അദ്ദേഹമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അദ്ദേഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, ജോർജ് മെസ്ട്രൽ, അതേപോലെ ചാൾസ് ഡാർവിൻ. ഇതിൽ ആരാ പീ പ്ലാന്റില് എക്സ്പെരിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ പറയുന്ന ജെനറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ് അല്ലെ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ് എന്ത് ഈ പറയുന്ന ജെനറ്റിക്സിന്റെ പിതാവ് അല്ലെങ്കിൽ പയർ ചെടിയിൽ പരീക്ഷണങ്ങൾ നടത്തി ജെനറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ നമുക്കറിയാം ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ചാൾസ് ഡാർവിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ചാൾസ് ഡാർവിൻ എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ 6 തീംസ് സജസ്റ്റഡ് ഇൻ EVS സിലബസ് ആസ് പെർ NCF
2005. ഇത് റിപ്പീറ്റഡ് ആയിട്ട് CTET പേപ്പർ 1 ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എൻ സി എഫിന്റെ 2025 പറയുന്ന EVS സിലബസിലെ പ്രൈമറി ക്ലാസ്സിൽ വരുന്ന 6 തീമുകൾ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചത്, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. 6 തീമുകളേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, ട്രാവൽ, തിങ്സ് വി ക്യാൻ മേക്ക് ആൻഡ് ഡു. ഇതാണ് പ്രധാനമായിട്ടും പറയുന്ന 6 തീമുകൾ. ഈ തീമുകളെ ബേസ് ചെയ്താണ് ചാപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, ട്രാവൽ, തിങ്സ് വി ക്യാൻ ഡു, വി ക്യാൻ മേക്ക് ആൻഡ് ഡു അല്ലെ. അപ്പൊ ഇതിലെ ചോദ്യം വന്നിരിക്കുന്ന നോക്കിക്കോളൂ, എന്താണ് അതിലല്ലാത്തത് ഏതാണെന്ന് അല്ലെ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സ്, തിങ്സ് വി ക്യാൻ ഡു, ഹൗ തിങ്സ് വർക്ക് അല്ലെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ്, ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാ ഇതിൽ റൈറ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ 3 അല്ലേ. തിങ്സ് വി ക്യാൻ മേക്ക് ആൻഡ് ഡു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. തിങ്സ് വി ക്യാൻ മേക്ക് ആൻഡ് ഡു എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, ട്രാവൽ, തിങ്സ് വി ക്യാൻ മേക്ക് ആൻഡ് ഡു. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ 3 തന്നിട്ട് ഇതിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ വരാം. അപ്പൊ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഈ പറയുന്ന 6 തീമുകള് വളരെ ക്ലിയർ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു മാർക്ക് സ്കോർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് 1 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ക്വസ്റ്റ്യനിങ് ആസ് എ സ്ട്രാറ്റജി ഇൻ ടീച്ചിങ് ലേണിംഗ് ഓഫ് EVS ഈസ് യൂസ്ഡ് ഫോർ. നമുക്കറിയാം നമ്മൾ ക്ലാസ് റൂമുകളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യനിങ് ചോദിക്കാറുണ്ട് അല്ലെ. കുട്ടികളോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പത്രത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിക്കാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ്? മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്. അത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ അല്ല അവിടെ. ഡ്രോയിങ് അറ്റൻഷൻ എന്ന് പറയുന്നുണ്ട്, അതും കറക്റ്റ് ആയിട്ടുള്ളതല്ല അല്ലെ. പ്രൊമോട്ടിങ് അഡ്ഹറൻസ് ടു റൂൾസ് എന്നും പറയുന്നുണ്ട്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെ. നമുക്ക് കറക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അറൈസിങ് ക്യൂരിയോസിറ്റി ഇൻ ദ ക്ലാസ് റൂം അല്ലെ. തീർച്ചയായിട്ടും ക്ലാസ് റൂമിൽ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് എന്ത് സഹായിക്കുന്നത്? ഈ പറയുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് കുട്ടികളിൽ എന്ത് ഡെവലപ്പ് ചെയ്യാൻ? ഈ പറയുന്ന ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ 1 EVSനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ ചോദിക്കുന്നത്. ചിലപ്പോൾ കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. അത് പെഡഗോഗി എന്നാണെങ്കിലും സബ്ജക്ട് റിലേറ്റഡ് ആണെങ്കിലും കൺസെപ്റ്റ് അറിയാമെങ്കിലും മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് പേപ്പർ 1 EVSന് ചോദിക്കുന്നത് അല്ലെ. ഇപ്പോൾ പേപ്പർ 2 ആകുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിലേക്ക് വരും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു സെക്ഷനിൽ കുറച്ചുകൂടി ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതിനു മുമ്പ് തീർച്ചയായിട്ടും CTET അപ്ലൈ ചെയ്തവരാണ് ഈ പ്രാവശ്യം CTET നേടിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടൊരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CTET നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ KTET പോലെ അത്ര എളുപ്പമല്ല CTET നേടുക എന്ന് പറയുന്നത്. കുറച്ചുകൂടി KTET പഠിക്കുന്ന ഒരു പഠനം ഉണ്ടെങ്കിൽ ഒരിക്കലും CTET നേടാനായിട്ട് സാധിക്കില്ല. അത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ഈ പറയുന്ന സബ്ജക്റ്റിലാണെങ്കിലും പെഡഗോഗിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ CTET നമ്മൾ പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിലേ നമുക്കത് സ്കോർ ചെയ്യാനായിട്ട് അതിൽ മാർക്ക് സ്കോർ ചെയ്ത് CTET ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് CTET പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ CTET ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, വീക്ക്ലി എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജിയിലൂടെ ഈ പ്രാവശ്യത്തെ CTET നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ CTET ബാച്ച്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് താഴെക്കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു സെക്ഷനുമായിട്ട്, മറ്റൊരു PYQ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.